മാളവള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഫെബ്രുവരി 3-ന് ഊട്ടുതിരുനാളും ഫെബ്രുവരി 8-ന് ദർശന തിരുനാളും ആഘോഷിക്കും. ജനുവരി 24 മുതൽ നവനാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. ഫെബ്രുവരി 2-ന് തിരുനാളിന് കൊടിയേറും. 3-ന് ഊട്ടുതിരുനാൾ ആഘോഷ ദിനത്തിൽ 300 തിരുശേഷിപ്പുകളുടെ വണക്കം, ഊട്ടുനേർച്ച എന്നിവ നടക്കും. 4-ന് പാരിഷ് ഫെസ്റ്റും 5-ന് മതബോധന ഫെസ്റ്റും ആഘോഷിക്കും. 7-ന് ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. ഫെബ്രുവരി 8-ലെ തിരുനാൾ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറക്കൽ നേതൃത്വം നൽകും. പത്രസമ്മേളനത്തിൽ ഫാദർ പോൾ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, ഡെന്നി ചക്കാലക്കൽ, LB തട്ടകത്ത്, തോമസ് ചക്കാലക്കൽ, ജോസ് ചക്കാലക്കൽ, ലിസി ജോയ് വടക്കൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 100 വർഷങ്ങളുടെ ആഘോഷങ്ങളുടെ സമാപനവും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാളും ദർശന തിരുനാളും സാഘോഷമായി കൊണ്ടാടുകയാണ്. വരുന്ന ഫെബ്രുവരി 2-ാം തീയതി കൊടികയറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ 8-ാം തീയതി ദർശന തിരുനാളോടുകൂടെയാണ് സമാപിക്കുന്നത്. 3-ാം തീയതിയാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഊട്ടുതിരുനാൾ സാഘോഷമായി നാം കൊണ്ടാടുന്നത്. രാവിലെ 6:30 മണിക്കുള്ള ദിവ്യബലിയോടുകൂടെ തുടങ്ങി വൈകിട്ട് 7:30 മണിക്കുള്ള ദിവ്യബലി വരെ തുടർച്ചയായി 7 വിശുദ്ധ കുർബാനകളും നൊവേനയും ആരാധനയുമാണ്. അതിൽ തന്നെ സിറിയൻ റീത്തിലും ലത്തീൻ റീത്തിലും തമിഴ് ഭാഷയിലും ഒക്കെ വിശുദ്ധ ബലിയർപ്പണങ്ങളുണ്ട്. രാവിലെ 6:30 മണിയുടെ ദിവ്യബലിക്ക് ശേഷം 7:30 മണിക്ക് കോട്ടപ്പനം രൂപതയുടെ വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഊട്ടുനേർച്ച ആശീർവദിക്കുകയാണ്. 7:30 മണി തുടങ്ങി ഊട്ടുനേർച്ച ആരംഭിക്കും. അതോടുകൂടെ 300 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ അതിൻ്റെ വണക്കവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർച്ചയായി രാവിലെ മുതൽ രാത്രി 7 മണി വരെ ഊട്ടുനേർച്ച ഉണ്ടായിരിക്കുന്നതാണ്.